ഏപ്രിൽ 28 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ രണ്ട് ഉത്കൃഷ്ട മാനദണ്ഡങ്ങളും തലക്കെട്ടോടു കൂടിയാണ്. എളിമയെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചുമാണ്. ഒന്നാമത്തെ പടിയിലേക്ക് തന്നെ കടന്നു വരുമ്പോൾ മദ്യത്തിൻ്റെ മുന്നിൽ ശക്തിഹീനനാണ് എന്ന് സമ്മതിക്കുന്നു. പലപ്പോഴും പറ്റാതിരുന്നത് കൊണ്ടാണ് വീണ്ടും മദ്യത്തിലേക്ക് പോയത് എന്നുള്ള തിരിച്ചറിവ്. അനിയന്ത്രിതമായ ജീവിതത്തിൽ നിരവധി കുഴപ്പങ്ങളുണ്ട് എന്നുള്ള അവിടെയും ഒരു സമ്മതം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആളുകളെയും സാഹചര്യങ്ങളെയും ഞാൻ വിചാരിച്ച പോലെ ആകാതിരിക്കുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ടാവുന്നു. ആൾക്കാരും സാഹചര്യങ്ങളും പെരുമാറുന്നത് എൻ്റെ ജീവിതത്തിൽ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അവിടെയും എളിമപ്പെടാനൊരു കുഴപ്പമുണ്ട്. കാരണം ചെറിയ വിമർശനങ്ങൾ പോലും ഉൾക്കൊള്ളാൻ പറ്റാതെ അതിനെ മറികടക്കാൻ കൂടുതൽ എനർജി ചെലവാക്കിക്കൊണ്ട് കഴിവുള്ളവനാണ് എന്ന് കാണിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് നാലാമത്തെ പടിയിലെ കോളങ്ങളിലൂടെ നാലാമത്തെ കോളത്തിലൂടെ എൻ്റെ തെറ്റിനെ സത്യസന്ധമായി കണ്ടെത്തുമ്പോഴാണ് എനിക്ക് സാധ്യമായത്. അവിടെയാണ് എങ്ങനെ ഇപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടെത്തി, ഇനി എങ്ങനെ മാറ്റത്തിന് വിധേയമാകണം, എനിക്ക് എങ്ങനെ എൻ്റെ നീരസങ്ങളെയും മറ്റു കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ പറ്റും. ഭയങ്ങളുണ്ട്, ആ ഭയത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് മോചനം ഉണ്ടാവുക. ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടിയാണ് എൻ്റെ മുന്നിലുള്ളത്. ആ ഇന്നത്തെ ഒരു ദിവസം എന്നെ ജീവിക്കുന്നതിൽ നിന്ന് തടയുന്ന ആളുകൾ, സാഹചര്യങ്ങൾ, കണ്ട ആളുകളോട് മുഴുവൻ എളിമപ്പെട്ട് പോവുകയല്ല. നമ്മൾ നമ്മളെ പരിശോധിക്കണം. നമ്മൾ ചെയ്ത പ്രവർത്തികളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അത് ഏതെങ്കിലും ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആളുകളുടെ അടിമയായിട്ട് നിൽക്കലോ അല്ല. മനുഷ്യരെല്ലാം വ്യത്യസ്തമാണ്. മനുഷ്യർക്കെല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്ന ആ തിരിച്ചറിവും പ്രോഗ്രാം തരാറുണ്ട്. അന്ധമായിട്ട് ഏതെങ്കിലും ഒരാൾ പറയുമ്പോൾ അതിലേക്ക് മാത്രം പോവുകയാണ്. പക്ഷെ അവിടെ എല്ലാം പറയുന്നുണ്ട്, നമ്മൾ നമ്മളെ പരിശോധിക്കണം, നമ്മുടെ തെറ്റുണ്ടോ എന്നുള്ളത്. അങ്ങനെ തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഉടൻ തന്നെ തിരുത്താനുള്ള തയ്യാറെടുപ്പ് നടത്തുക. നമ്മൾ നമ്മളെ തന്നെ വലുതായിട്ട് വലിയ സീരിയസ് ആയിട്ട് പ്രതിഷ്ഠിക്കേണ്ടതില്ല എന്നും പ്രോഗ്രാം പറയാറുണ്ട്. മറ്റുള്ളവർ എന്തു ചെയ്തു എന്നുള്ളതല്ല, ഞാൻ എന്നെ എങ്ങനെ നിർത്തുന്നു എന്നത് തന്നെയാണ് പ്രാധാന്യം. പല കാരണങ്ങളെ കൊണ്ട് മറ്റുള്ളവർ നമ്മളെ വിമർശിക്കാം. അതിൽ കാതലായ നമുക്ക് കഴമ്പുള്ള ഭാഗത്തെ എടുക്കുക, അല്ലാത്തതിനെ അവിടെ വിടുക. അത് അവരുടെ മാത്രം അഭിപ്രായമാണ്, മറ്റുള്ളവർക്ക് അങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മളെ പ്രയോജനപ്പെടുത്തണം, ഉത്തരവാദിത്തത്തോടു കൂടി എയിലും അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ എങ്ങനെ നിൽക്കണം, എൻ്റെ കുടുംബത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഞാൻ സമൂഹത്തിൽ എങ്ങനെ ആവണം, അതെല്ലാം സ്വന്തം കാലിൽ നിർത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നാലാമത്തെ പടിയുടെ നാലാം കോളത്തെ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പ് വരുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ നാലാമത്തെ പാരമ്പര്യവും അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു രീതി മാത്രമേ ഉള്ളൂ എന്ന് ശഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഞാനും അത്തരത്തിലുള്ള ശഠിക്കുന്ന ആളായിരുന്നു. അവിടെ നിന്നുണ്ടായ മാറ്റങ്ങൾ, നിരവധി കാര്യങ്ങളുണ്ട് എന്നുള്ള മനസ്സിലാക്കലുകൾ, വാർപ്പ് മാതൃകളെ തട്ടിമാറ്റിക്കൊണ്ട് തന്നെ ഏയിൽ മുന്നോട്ട് പോകുമ്പോൾ ആത്മാഭിമാനത്തെ അമിതമായി പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും, അതിൽ എന്തെങ്കിലും കുറവുണ്ടാകുമ്പോൾ ആ പോരായ്മകളെ ഏറ്റുപറയാനുമുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ആ ശ്രമം കണ്ടെത്തി തരുന്നതും. ഞാൻ എൻ്റെ സമൂഹത്തിലും കുടുംബത്തിലും ഏയിലും ഉത്തരവാദിത്തത്തോടു കൂടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നിനും ഒഴിവ് കഴിവുകളെ ഞാൻ ഉപയോഗിക്കരുത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം ആദ്യം എന്ന രീതിയിലാണ്. എന്നാൽ എല്ലാം എൻ്റെ തലയിലൂടെയാണ് പോകുന്നത് എന്ന മനോഭാവത്തിലുമല്ല. അവിടെയാണ് എളിമ കടന്നു വരുന്നത്. എളിമയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും ഞാനില്ലെങ്കിൽ ഈ ലോകം മൊത്തം ഇടിഞ്ഞു വീഴുമെന്നുള്ള ആ ചിന്താഗതി മാറ്റിക്കൊണ്ട് തന്നെ എയുടെ പ്രോഗ്രാമിൽ നിൽക്കാൻ, മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, പലപ്പോഴും അടിമത്തമായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, വിധേയത്വമായിട്ട്. മറ്റു വിധേയത്വങ്ങളല്ല, സ്വന്തം കാലിൽ തന്നെ നിൽക്കുന്ന പ്രോഗ്രാമായി നമ്മൾ നമ്മളെ പരിശോധിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. എവിടെ നിന്നാണ്, എവിടെയാണ്, എന്താണ് എളിമയിലേക്ക് എന്നെ എത്തിക്കുന്നതെന്ന് തടസ്സം സൃഷ്ടിക്കുന്നത് എന്ന് കണ്ടെത്തണം. ഉത്തരവാദിത്വത്തിൽ നിൽക്കാൻ പറ്റാതെ എന്നെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്താണ്, ഒരു ദിവസവും കൃത്യമായി പ്രവർത്തിക്കാതെ പിൻവലിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള പരിശോധന, അതിലേക്ക് എത്തേണ്ടതായിട്ടുള്ള യാത്ര ചെയ്യേണ്ട ദൂരത്തെയും ഇനിയും എത്രയുണ്ട് ലക്ഷ്യങ്ങളിലേക്ക് എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയും തത്വങ്ങളോടെ മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.